മലബാറിൽ ഇന്നലെ ഒരു മരണം സംഭവിച്ചു. കണ്ണൂരിലാണ്. അദ്ദേഹം ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നു, ചൂട് താങ്ങാനാവാതെ പണിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, ചൂട് കൂടുകയാണ് പലയിടങ്ങളിലും. ഈ പ്രേക്ഷകർക്ക് പലപ്പോഴും ചൂട് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് ചൂടൊക്കെ ആറ്റും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, വീടിനുള്ളിൽ തന്നെ ഇരിക്കണം. 11 മണി മുതൽ 3 മണി വരെ സെൽഫ് ലോക്ക്ഡൗൺ വേണ്ടുന്ന അവസ്ഥയിലാണ്. എങ്ങനെയാണ് കോഴിക്കോട്ടും മലബാർ മേഖലയിലും ഇന്ന് ചൂട്? വി എസ് രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, മലബാർ മേഖലയിൽ വയനാട്ടിലൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും കനത്ത ചൂടാണ്. നേരത്തെ ഇക്കുബാൽ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു. 41 ഡിഗ്രി വരെ പാലക്കാട് ചൂട് ഉയരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കോഴിക്കോട് 38 ഡിഗ്രിയാണ്, മലപ്പുറത്ത് 37 ഡിഗ്രിയാണ്, കാസർഗോഡും കണ്ണൂരിലും 37 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെല്യങ്ങാടി ഭാഗത്താണ്. ഇവിടെയുള്ളൊക്കെ തൊഴിലാളികളുടെ പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോൾ രാവിലെ 11 മണി മുതൽ അല്ലെങ്കിൽ 3 മണി വരെ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഷെഡ്യൂളിൽ ജോലി ചെയ്യേണ്ട ആൾക്കാർ, ഇപ്പോൾ തൊഴിലാളികളുടെ രാവിലെ തന്നെ വന്ന് ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഷെഡ്യൂൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ ചൂടിനെ കുറിച്ച്, നല്ല ചൂടല്ലേ? നല്ല ചൂടാണ്. എങ്ങനെ പണിയെടുക്കുക? ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ പണിയെടുക്കാൻ നിൽക്കണ്ടേ, ജീവിതം മുന്നോട്ട് പോകണ്ട നമുക്ക്. അപ്പം നമ്മൾ മുൻകരുതൽ എടുക്കുമോ നിങ്ങൾ? വെള്ളം കുടിക്കൂ, അത്ര തന്നെ ഉള്ളൂ. വേറെ പോകുന്നില്ല, വേറെ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ സമയം പണിയെടുക്കും. 10 മിനിറ്റ് കൂടുമ്പോൾ അവിടത്തേക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അറിയിക്കാന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും, നടപ്പറൊക്കെ പൊള്ളും, കുമ്പിട്ടുള്ള പണികളാവും, ഭയങ്കര ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ തൊലിപ്പുറത്തുണ്ടാവുന്ന പൊള്ളൽ മാത്രമല്ല, ഇത് ആന്തരിക അവയവങ്ങളൊക്കെ ബാധിക്കും. ഭയങ്കര ക്ഷീണം കൊടുക്കും നമുക്ക് പണിയെടുക്കും. സമയം ക്രമീകരിക്കുന്നുണ്ടോ ജോലി? സമയം ഇതുവരെ ക്രമീകരിച്ചിട്ടില്ല. ഇവിടെ സാധാ ഗവൺമെന്റ് ഉത്തരവാദിമാർ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. സാധാ എങ്ങനെ അതേമാതിരി അപ്പം മുന്നോട്ട് പണിയെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് കഴിയണ എന്താ 2 മണിയാവും, ചിലപ്പോൾ 3 മണിയാവും. അങ്ങനെ പ്രത്യേകിച്ച് ടൈമുകളൊന്നുമില്ല. രാവിലെ 6 മണി വരെ തുടങ്ങും സ്റ്റാർട്ടിങ്. അതും 10, 12, 3 മണി. ചൂട് നല്ല ഉച്ചസ്ഥായി നിൽക്കുന്ന 11 മണിക്കും 12 മണിക്കൊക്കെ പണിയെടുക്കണം. കണ്ടിന്യൂ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. പണി നിർത്തിട്ടില്ല, ഇതുവരെ എടുത്തില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാറ്റാനൊക്കെ? ഞങ്ങൾ ഇവിടെ മുതലാളിമാരോട് പറഞ്ഞിരിക്കുന്നല്ലാതെ ഇവിടെ അതിനുള്ള ഒരു നടപടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മളിതാ ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ പണി, ഇനിയിപ്പോൾ ഇത് കഴിയണം. ഇത് കഴിഞ്ഞാലേ നമ്മളെ പണി കഴിഞ്ഞ് ഇതില്ല, റെസ്റ്റ് ഇല്ല. എങ്ങനെ ചൂടിന് എന്താ ചെയ്യുക പ്രതിരോധിക്കാൻ? ചൂട് കൊള്ളന്നെ സഹിക്കുക. വെള്ളം കുടിക്കും. വെള്ളം ധാരാളം കുടിക്കും. അടിയിൽ നല്ല പന്തലൊക്കെ ഇട്ടുണ്ട് അല്ലേ? സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഫുള്ള് ഓപ്പൺ ആണല്ലോ. കാരണം ഡയറക്റ്റ് വെയിൽ കൊള്ളാണ്. നടപ്പ് ഇങ്ങനെ കുമ്പിട്ടുമ്പോൾ നടപ്പുറം ഇങ്ങനെ പൊള്ളാണ്. പക്ഷേ ഇതുപോലത്തെ ജീവിതമാർഗ്ഗമല്ലേ, ജീവിച്ച് പോകണ്ടേ. അപ്പം അങ്ങോട്ട് എടുക്കാൻ സഹിച്ചെടുക്കന്നെ. പോകാനുള്ള പരിപാടിയിലാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഈ തേങ്ങൻ്റെ പണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് അതിനെ കൊണ്ട് സ്പീഡാക്കിയിട്ട് നേരത്തെ പണി തുടങ്ങും ചെയ്യും. ആ വെയിലത്തും പണിയെടുക്കൂ. അപ്പോൾ പണി കഴിഞ്ഞൊക്കെ ചിലപ്പോൾ കുളിച്ച് മാറ്റി പോവാം. അതാണ്. അപ്പോൾ ഡോക്ടർ, ഇതാണ് എത്ര ചൂടാണെങ്കിലും പണിയെടുക്കാൻ നിർബന്ധിത സാഹചര്യത്തിലുള്ള ആൾക്കാരുണ്ട്. കോഴിക്കോട് വെല്യങ്ങാടിയിൽ ഇത് പരിഗണിച്ച് നേരത്തെയൊക്കെ വലിയ ഷീറ്റൊക്കെ ഇട്ട് തൊഴിലാളികൾക്ക് കുറച്ച് സുഖമുണ്ട്. പക്ഷേ അതിന് പുറത്തേക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് ഈ കൊപ്രക്കളം പോലുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചൂടത്ത് ഒരു വെയിലത്ത് പണിയെടുക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് തൊഴിലാളികളുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടാണ്. ഒരു ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമുണ്ട് പാലക്കാട്, കൊല്ലത്തും തൃശ്ശൂരും ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകളടക്കം ഒരു സെൽഫ് ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ മാറേണ്ട സാഹചര്യമാണ്. ആരോഗ്യമുള്ളത് കൊണ്ടോ നിങ്ങളുടെ ചർമ്മത്തിന് കട്ടിയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടോ വലിയ കട്ടിയുള്ള കുപ്പായം ഇട്ടത് കൊണ്ടോ ഒന്നും സൂര്യാഘാതം ഒന്നും ചിലപ്പോൾ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞുവെന്ന് വരില്ല. അത് ചർമ്മത്തിൽ മാത്രമല്ല, ക്ലാസിക് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട്, അതേപോലെ എക്സെപ്ഷണൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട്. അത് കുറച്ച് ആരോഗ്യമുള്ളവരിൽ വിയർത്തിരിക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തോന്നും. എന്നാൽ ചില ആളുകൾ, വിയർക്കാത്ത ആളുകളിൽ പോലും ഈ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുന്ന സമയത്ത് അത് കിഡ്നിക്ക്, ഹൃദയത്തിന്, മസ്തിഷ്കത്തിന് ഒക്കെ കരളിന് ഒക്കെ ആഘാതമുണ്ടാക്കും. നമ്മുടെ ശരീരത്തിന് അതിൽ കൂടുതൽ താപനിലയൊന്നും താങ്ങാൻ കഴിയില്ല. ഒരിക്കൽ കൂടി പറയുന്നു, 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സാധാരണ പനി വരുന്ന ടെമ്പറേച്ചർ 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് തുടർച്ചയായിട്ട് 2-3 ദിവസം അന്തരീക്ഷത്തിലെ കൂടുതൽ താപനില കൂടിയാകുമ്പോൾ നമ്മുടെ ശാരീരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. തണൽ പറ്റി തന്നെ ഇരിക്കുക, നല്ല നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക. കഴിവതും ഇപ്പോൾ എല്ലാവരും എ സിയിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും മേൽക്കൂരയ്ക്ക് കീഴിലിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പരമാവധി ഫാനൊക്കെ ഉപയോഗിക്കുക. 10 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യാഘാതം ഏൽക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് പരമാവധി ആ സമയത്തുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം.